കോൾസൺസ് കോക്ക് ഒരു ദുരൂഹ സാഹചര്യത്തിൽ രേണുകേ നീരാക രേണുക്കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതു നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണമെന്ന വാക്കുമാത്രം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണമെന്ന വാക്കുമാത്രം. പെട്ടെന്ന് നോസ്റ്റാൾജിക്കായി പോയാണ് ഈ സിനിമ ഒരു ദുരൂഹ സാഹചര്യത്തിൽ. എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് മുരുകൻ കാട്ടാക്കടയുടെ ഈ കവിത പ്ലേസ് ചെയ്തതും അത് യൂസ് ചെയ്തതും ഭയങ്കര നോസ്റ്റാൾജിക്കായി. ഒരു റീവിസിറ്റിംഗ് ഓഫ് ദ പാസ്റ്റ്, എസ്പെഷ്യലി ആ ഒരു സമയത്ത് ആ കവിത ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആൻഡ് ഓൾസോ ഭയങ്കര ലൈഫായിരുന്നു ആ ഒരു കവിത എന്ന് പറയുന്നത്. ഒരു ദുരൂഹ സാഹചര്യത്തിൽ റൈറ്റർ ഡയറക്ടർ ബാലകൃഷ്ണ പൊതുവാൾ, കോമൺ സോഡ് ഫ്രം കാസർഗോഡ് യൂണിവേഴ്സിറ്റി. ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ നമുക്കറിയാം. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ കിടിലം പടം, പിന്നെ കനകം കാമിനി കലഹം, അത് ഞാൻ കോവിഡ് ടൈമിൽ OTT കണ്ട പടമാണ്, അന്യായ പടം. പിന്നെ ഇന്നത്താൻ കേസ് കോഡ് കിടിലം പടം, ചാക്കോച്ചൻ തന്നെ അഭിനയിച്ചിട്ടുള്ള, ചാക്കോച്ചൻ്റെ കരിയറിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടേഴ്സ്, കിടിലൻ അഭിനയം. പിന്നെ മദനോത്സവം, അത് OTT വന്നിട്ടില്ല, അതുകൊണ്ട് പലർക്കും കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ അതിനുശേഷം വന്ന ഒരു പ്രൊഡ്യൂസറെ ഊമ്പിച്ച പടമാണ് ഏതാ മറ്റേ സുമേഷനും സുരലതയും അങ്ങനെ എന്തുകൊണ്ടാണ് കറക്റ്റ് ഓർക്കുന്നില്ല പേര്. സുരേഷൻ, മറ്റേ രാജേഷ് മാധവൻ ചെയ്ത മറ്റേ ഇന്നത്തെ കേസ് കൂട്ടുള്ള അതിൻ്റെ സ്പിൻ ഓഫ്, സുരേഷനും സുമലതയും അതിൻ്റെ ഒരു പ്രണയത്തിൻ്റെ കാര്യം, അതൊരു ഊമ്പിയ പടമാണ്. അത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്. ഞാൻ അതിന് റിവ്യൂ പോലും ചെയ്തിട്ടില്ല ആ പടത്തിൻ്റെ. അതിനുശേഷമാണ് ഇദ്ദേഹം ഈ ഒരു അപരാധം പഠിച്ചു വിട്ടേക്കുന്നത്. ഈ സിനിമ കൊണ്ട് ഇദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇങ്ങനെ ഒരു സിനിമ കണ്ട് റിവ്യൂ പോലും പറയാം എനിക്ക്. ഐ ഡോണ്ട് നോ ഹൗ ടു ഡെലിവർ ദിസ് റിവ്യൂ. കാരണം എന്തോ ഒരു പടം. ക്യാരക്ടേഴ്സ് ഓക്കെ, കുബോ, കുഞ്ചാക്ക ബോബൻ. പിന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഉദയ സ്റ്റുഡിയോ, ദ ലെജൻഡറി, ദ ലെഗസി, കുഞ്ചാക്ക ബോബൻ്റെ ആ ഒരു ഉദയ സ്റ്റുഡിയോ. പിന്നെ നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ മാജിക് ഫ്രെയിംസ്. നോക്കാം. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ക്യാരക്ടേഴ്സ് കൊള്ളാം. അഭിനയിച്ച ആൾക്കാരൊക്കെ കിടിലൻ ടീംസാണ്. ആരൊക്കെയാണ്? കുഞ്ചാക്ക ബോബൻ മീശക്കര വിട്ടുകൊണ്ട് വെപ്പ് വല്ലതും വെച്ചിട്ടുണ്ട്. ഓൾറെഡി നമുക്കറിയാം അദ്ദേഹത്തിന് എന്തിനു മുൻപുള്ള സിനിമ, ഞാൻ പറയാം ഇന്നത്തെ കേസ് കൂടുതലും കുഞ്ചാക്ക ബോബൻ ഭയങ്കര മേക്ക് ഓവറുള്ള സിനിമയായിരുന്നു. ടു ബി ഫ്രാങ്ക്, കുഞ്ചാക്ക ബോബൻ നല്ല കിഡുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ക്യാരക്ടർ പിടിച്ച് ത്രൂഔട്ട് പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളിക്ക് കംപ്ലീറ്റ് ആയിട്ട് പുള്ളിയെ മാത്രം കേന്ദ്രീകരിച്ച് കൊണ്ടുപോകുന്ന സിനിമയൊന്നുമല്ല. അങ്ങനെ ഫുൾ ടൈം സ്ക്രീൻ ടൈം ഒന്നും കുഞ്ചാക്ക ബോബനില്ല. പക്ഷെ വരുന്ന സമയത്തൊക്കെ പുള്ളി ആ ക്യാരക്ടറെ പിടിച്ച് കിഡുമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അമ്പാൻ തങ്കു അറിയാലോ, നമ്മുടെ അമ്പാൻ സജിൻ ഗോപുവും കിഡു ചെയ്യുന്നുണ്ട്. പുള്ളി കിടല ആക്ടറാണ്. പക്ഷെ പുള്ളിക്ക് ആ ഒരു ഹാങ് ഓവർ ഉണ്ട്, മനസ്സിലായില്ലേ? ഇപ്പം കുറേ സിനിമകൾ പുള്ളി അടുത്ത് ചെയ്തപ്പോൾ പൊന്മാനിലായി കഴിഞ്ഞാൽ അതിന് മുൻപ് ചെയ്ത പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. മറ്റേ അനശ്വര രാജനൊക്കെ കേട്ട അഭിനയിച്ച പടം ഉണ്ടല്ലോ, മറ്റേ ജിത്തു മാധവൻ എഴുതിയ പടം. അതിലേക്ക് ഒരു ഹാങ് ഓവർ ഇദ്ദേഹത്തിൻ്റെ അഭിനയത്തിനുണ്ട്. മൊത്തത്തിൽ പുള്ളി അതൊന്ന് പൊളിച്ച് എഴുതേണ്ടി വരും, ഇല്ലെങ്കിൽ ഇങ്ങനെ റിപ്പറ്റേറ്റീവായിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മുടെ പോത്തേട്ടൻ സുധീഷ് ഉണ്ട്, കോഴിക്കോടുള്ള സുധീഷ്. ഇങ്ങനെ കുറച്ച് ആൾക്കാരാണ്. പിന്നെ ജാഫർ ഇടുക്കിൻ്റെ പേര് ജാഫർ ഇടുക്കി തന്നെയാണ്. പിന്നെ രാജേഷ് മേനോൻ്റെ പേര് രാജേഷ് മാധവൻ തന്നെയാണ്. അങ്ങനെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ വൈഫ് അഭിനയിച്ചിട്ടുണ്ട്, സ്ത്രീധനത്തിലേക്കുള്ള സീരിയൽ നടി. കോമൺ സോണിൻ്റെ വൈഫ് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഒരു സ്ത്രീ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നുമില്ല, പക്ഷെ വന്ന ആൾക്കാരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ പടം കണ്ടിരിക്കാൻ പറ്റണ്ടേ? ഇതൊരു സിനിമയല്ലേ, ഒരു വിഷുവല്ലേ? രാവിലെ പള്ളിച്ചട്ടമ്പി കണ്ട് ഇന്നത്തെ ദിവസം പോയി. ടു ബി ഫ്രാങ്ക്, ഇന്നത്തെ ദിവസം പോയി. ആയിഷ വീണ്ടും ഇത് കണ്ടിട്ട് അയ്യോ ഇത് തീർന്നിട്ടുണ്ടെങ്കിൽ വേറെ പരിപാടി നോക്കാനുള്ള അവസ്ഥയായി പോയി.
കാരണം ഇതൊക്കെ 2 മണിക്കൂർ സംതിങ് ഉള്ളൂ, പക്ഷെ പറ്റണില്ല, അയ്യാ മടുത്തു എന്നുള്ള അവസ്ഥയായി. കാരണം ഇടയ്ക്കൊക്കെ കുറച്ച് ഡയലോഗ്സും കുറച്ച് കോമഡിയും ഒക്കെ വർക്കാണ്. ഇദ്ദേഹം ഭയങ്കര ഡാർക്ക് ഹ്യൂമറിൻ്റെ ആളാണ്. ആര് ഈ കോമൺസോട് ബാലകൃഷ്ണ പൊതുവാൾ ഡാർക്ക് ഹ്യൂമറിൻ്റെ അങ്ങേറ്റ അയ്യർ കളിക്കുന്ന ആളാണ്. പക്ഷേ ഇതിനകത്ത് അവിടെ ഇവിടെയൊക്കെ വർക്കാവുന്നുണ്ടല്ലാതെ ആസ് എ ഹോൾ സിനിമ എന്ന നിലയ്ക്ക് തീരെ കണക്റ്റാണ്. സിനിമയ്ക്കകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. നമ്മളൊരു സിനിമ കണ്ടു തുടങ്ങിയിട്ട് നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റണ്ടേ? ഇത് ഭയങ്കര റിപ്പലിങ്ങാ. അങ്ങോട്ട് കയറാൻ നോക്കുമ്പോൾ സിനിമ നമ്മളെ പിടിച്ച് ഇങ്ങോട്ട് തള്ളോ. ഇതെന്ത് ഇങ്ങനെ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ സിനിമ കണ്ടു തീർക്കാൻ പറ്റുമോ? അത് ഭയങ്കര 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 ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ഭയങ്കര പാടായിരുന്നു. നേരത്തെ മറന്നുപോയ പടത്തിൻ്റെ പേര് കിട്ടി, പൈങ്കിളി. ദിവ്യ വിശ്വനാഥാണ് ഇദ്ദേഹത്തിൻ്റെ പൊതുവാളിൻ്റെ വൈഫിൻ്റെ പേര്. പിന്നെ ശരണ്യ രാമേന്ദ്രൻ, അവരാണ് മറ്റൊരു സ്ത്രീ അഭിനയിച്ചിട്ടുള്ളത്. അവരൊക്കെ കുഴപ്പമില്ല തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, പടം ഒട്ടും വർക്കായില്ല, പറ്റണില്ല. അത് കണ്ടിട്ട് ഇത് എന്തോ പോലെ. അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്, വല്ല തകരാറാണോ എനിക്കറിയില്ല. എന്തോ പോലെ. ഈസ് എ ക്രേസി മാൻ ബാലകൃഷ്ണ പൊതുവാൾ. അദ്ദേഹം ഒരു ക്രേസി ആയിട്ട് എടുത്ത പടമായിരിക്കാം, പക്ഷെ നമുക്ക് പറ്റണ്ടേ, നാട്ടുകാർക്ക് പറ്റണ്ടേ. പിന്നെ ഒരാളോട് അഭിനയിച്ചിട്ടുണ്ട്, അത് ആരാന്ന് കറക്റ്റ് മനസ്സിലായിട്ടില്ല. കിൻഡിൻ ഡൈക്കോക്ക് ആണോ, ഇഷാൻ കൃഷ്ണനാണോ, ഹനുമാൻ കൈൻഡ് ആണോ, പിന്നെ ഗണപതി രേട്ടൻ ചിദംബരം ഉണ്ടല്ലോ, പുള്ളിയാണോന്ന് കൺഫ്യൂസ്ഡ് ആണ്. എന്തായാലും അതുപോലത്തെ ഒരാൾ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്.